ഹായ് ഫ്രണ്ട്സ്, സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം തക്കാളി കൃഷി ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ അതിന് അത്യാവശ്യമായിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സമയത്താണെങ്കിലും തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തക്കാളി ചെടി പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ നടുന്ന രീതിയും നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മഴക്കാലം ആണെങ്കിൽ പോലും നമ്മളിവിടെ സ്ഥിരമായിട്ട് തക്കാളി നട്ട് വളർത്തി വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷെയ്ഡിലൊക്കെ നമ്മൾ തക്കാളി നട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വലിയ മഴക്കാലത്ത് വരെ നമ്മൾ തക്കാളിയിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട്. ഇപ്പം നടാൻ തുടങ്ങുകയാണ്. ഗ്രോ ബാഗിലാണ് നമ്മൾ നടുന്നത്. പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് മണ്ണെടുത്തുകൊണ്ട് തക്കാളി കൃഷി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തക്കാളി പിടിച്ചു കിട്ടത്തില്ല. ഡോളോമേറ്റോ പച്ചക്കക്കാപ്പൊടിയോ കുമ്മായമോ ഇട്ട് പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇത് നമ്മൾ പച്ചക്കക്കാപ്പൊടി ഉപയോഗിച്ച് പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണാണ്. ഇതിനകത്തോട്ട് നമ്മൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, തക്കാളി കൃഷി ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം വേണ്ടുന്നത്. കട്ടയും കല്ലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറക്കി മാറ്റി വെച്ചിരിക്കണം. ഇതിനകത്ത് നമ്മൾ ആദ്യം മണ്ണിൽ കൂടെയുള്ള കീടശല്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തക്കാളി വാട്ടരോഗമൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഐറ്റമാണ് സ്യൂഡോമോണസ്. സ്യൂഡോമോണസ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് സസ്യത്തിൻ്റെ രോഗനിയന്ത്രണവും അതുപോലെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് ഉപയോഗിക്കും. ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് മണ്ണിൽ ചേർത്തും ഉപയോഗിക്കാം, അല്ലാതെ ഇതുപോലെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം മണ്ണിൽ ചേർക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യഘട്ടം തന്നെ തൈ പറിച്ച് നടുന്ന സമയം തൊട്ടേ മണ്ണിൽ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന മണ്ണിനകത്ത് സ്യൂഡോമോണസ് വിതറി കൊടുക്കുവാണ്. ഏകദേശം 1 സ്പൂണോളം വരുന്ന സ്യൂഡോമോണസ് നമ്മൾ വിതറി 20 ഗ്രാം എന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത്യാവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. സ്യൂഡോമോണസും വേപ്പിൻ പിണ്ണാക്കും നിർബന്ധമായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ തക്കാളി വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. വേപ്പിൻ പിണ്ണാക്കിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ മണ്ണിൽ കൂടിയുള്ള നിമാവിരകളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ കൂടെ കമ്പോസ്റ്റ് വളരെ കുറച്ച് മാത്രം എല്ലുപൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയ കുഴിയെടുത്ത് നമ്മൾ 2 എണ്ണം വീതമാണ് ഒരു ഗ്രോ ബാഗിൽ നടുന്നത്. 2 ഗ്രാം വീതം വരുന്ന വാമ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ തൈ പറിച്ച് നടുന്നത്. അപ്പോൾ തൈ പറിച്ച് നടുന്നതിന് മുമ്പേ നമ്മൾ ഇതിനകത്തൊരു ഐറ്റം സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസിൽ മുക്കി വെച്ചിട്ടുള്ള തൈകൾ എടുത്ത് നടുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്യൂഡോമോണസ്. ഇനി നമ്മളിത് അടർത്തിയെടുത്ത് തക്കാളി നടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ താത്ത് വേണം നടാൻ. ഈ ഹെയർ പോലെ വരുന്ന ഐറ്റങ്ങൾ കണ്ടോ, ഇതെല്ലാം അതിൻ്റെ വേരുകളാണ്. നമ്മൾ എത്രമാത്രം താത്ത് നടുന്നോ അത്രത്തോളം ബലത്തോടെ തക്കാളി നിൽക്കും. മാക്സിമം താത്ത് വേണം നട്ടു കൊടുക്കാനായിട്ട്. തക്കാളി നട്ടതിന് ശേഷം നമ്മുടെ ഇലയുടെ മുകൾ വശത്തും താഴ്വശത്തും എല്ലാം സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള സ്യൂഡോമോണസ് ആണ്. 15 ദിവസത്തെ ഇടവേളകളിലെങ്കിലും നമ്മൾ സാധാരണ ഇത് കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തക്കാളി കൃഷിക്ക് നമ്മൾ 7 ദിവസത്തെ ഇടവേളയിൽ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും ഒന്ന് കൃഷി ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.